ഹലോ, വെൽക്കം ബാക്ക്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ആൽഫ ബീറ്റ ആർ സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ 2x² + 5x + 1 ദ വാല്യൂ ഓഫ് 1/α + 1/β ഈസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഫെമിലിയർ ആകാം. ആൽഫയും ബീറ്റയും ഈ പോളിനോമിയലിൻ്റെ സീറോയിസ് ആണെന്ന് പറയുന്നുണ്ട്. സീറോയിസ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം ഈ ആൽഫയും ഈ ആൽഫ ഇട്ട് കൊടുത്താൽ 0 ആകും. ഈ എക്സിന് പകരം ഈ ബീറ്റ ഇട്ട് കൊടുത്താലും 0 ആവും. ഈ രണ്ട് ആൽഫ ബീറ്റ ഈ പോളിനോമിയലിൽ സീറോയിസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മളോട് 1/α + 1/β കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് ഒരുപാട് സ്റ്റെപ്പുകളില്ലാതെ വൺ വേർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ നമ്മൾ എടുത്തെഴുതി. ഈ പോളിനോമിയൽ ax² + bx + c എന്ന് പറയുന്ന പോളിനോമിയൽ ഈക്വലാണ് പോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, a 2 ആണ്, b എന്ന് പറയുന്നത് 5 ആണ്, c 1 ആണ്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൽഫ ബീറ്റ തന്നിട്ട് 1/α + 1/βയോ അല്ലെ ആൽഫ ബീറ്റ/α + βയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം. ഇതാണ് ആൽഫ + ബീറ്റ = -b/a എന്നും ആൽഫ ബീറ്റ = c/a എന്നും 1/α + 1/β എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ/β. ഇത് LCM എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത് 1/α + 1/β ആൽഫ + ബീറ്റ/β എന്ന് ആൽഫ ബീറ്റ LCM എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാത്തതാണ്. ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. ഏതാ? ആൽഫ + ബീറ്റ = -b/a, ആൽഫ ബീറ്റ c/a. ആൽഫ -b/a എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ 5 ആണ്, -5/2. ആൽഫ ബീറ്റ c/a എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്താ 1/α + 1/β എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ/β. ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a -5/2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 1/2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 ഫ്രാക്ഷൻ വന്നു. താഴത്തെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/2 × 2/1. ഈ 2 × 2 ക്യാൻസൽ ചെയ്ത് പോയി. -5/1 മീൻസ് -5 ആൻസറിലുണ്ട്. അപ്പോൾ നമ്മളിത് മാത്രം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആൽഫ + ബീറ്റ = -b/a, ആൽഫ ബീറ്റ = c/a. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് വൺ വേർഡ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.